കൊച്ചേട്ടന്റെ കത്ത്. കടന്നൽ കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും. സ്നേഹമുള്ള DCL കുടുംബാംഗങ്ങളെ, 3 ആളുകൾ ചേർന്ന് ഒരു പുഴയാകുന്ന മധ്യ കേരളത്തിൽ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട്. വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ്. പ്രണയിക്കുന്നവരും പ്രണയം നടത്തി സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈണകളായി ഓടെയണയുന്ന സുരക്ഷാ കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട്. സഹപാഠിയാവാം, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം. കുണിഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളിലൂടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മറന്നൊരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത. കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ പുഴക്കര പാതയിലെ ഒരു മരച്ചോട്ടിലിരുന്നു പ്രണയ കേളികളാടുകയായിരുന്നു. അപ്പോൾ ഒരു പറ്റം കൊടും വിഷമുള്ള കടന്നലുകൾ പാഞ്ഞു വന്നു പെൺകുട്ടിയെ കുത്തോട് കുത്ത്. "നീ എൻ ജീവനാണ്, പ്രണയനാണ്" എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കടന്നലുകൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രണയനും കൊണ്ടോടി രക്ഷപ്പെട്ടു. മാതാപിതാക്കളെ അധ്യാപകരോ അറിയാതെ കുട്ടികൾക്ക് പടർന്ന ഇത്തരം പകർച്ചവാദികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് കുടന്നലുകൾ നടത്തിയെന്നാണ് രംഗം ദൂരെ നിന്ന് കണ്ടവർക്ക് തോന്നിയത്. പ്രിയ കൂട്ടുകാരെ, കടന്നൽകുത്ത് കൊണ്ടവരല്ല, അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടൻ്റെ കത്തിലൂടെ എല്ലാ DCL കൂട്ടുകാരെയും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. എന്തായിരിക്കണം ഈ കത്തിൻ്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു. 2 ശീർഷകങ്ങൾ മനസ്സിൽ വന്നു. കൗമാരത്തിൻ്റെ കുത്തും കടന്നലിൻ്റെ കുത്തും എന്നതാണ് ആദ്യം വന്നത്. എന്നാൽ കാമുകൻ കാലുനാലും പറിച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കടന്നലിൻ്റെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നതും നോക്കി ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്നും ഓർത്തു. മകൾക്ക് മുഖത്ത് കടന്നൽ കുത്ത് കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുണ്ടാവുമല്ലോ. മകളുടെ ചതിയുടെയും സ്നേഹാരിത്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കടന്നലുകൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കടന്നലുകളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണെന്ന് തോന്നിപ്പോകുന്നു. അതിനാൽ കടന്നൽ കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത്? കൂട്ടുകാർ നിങ്ങൾക്ക് വേണം. നല്ല സൗഹൃദ ബന്ധങ്ങൾ, സഹപാഠികളുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ, സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തി വികസനത്തിന് ആവശ്യമാണ്. എന്നാൽ സ്വന്തം നിലയും വിലയും മറന്നു കടമയും ഉത്തരവാദിത്തങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്നു മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതിക്കണികളിൽ സ്വയം കുരുക്കിയിടുന്നവർ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കടന്നലുകളെ പറഞ്ഞു വിട്ടെന്ന് വരും. നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ്. മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിൻ്റെ വിലയുണ്ട് വളരുന്ന മക്കൾ വരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിലും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും? മാതാപിതാക്കൾ അറിയാതെ സ്ത്രീകൾ യാത്രകളും അപകടം വരുത്തും. അതിനാൽ കള്ളം വെടിയാം, ഉള്ളം വെടിപ്പാക്കാം, കടന്നൽ കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.